ഞാൻ ആക്ച്വലി പറഞ്ഞില്ലേ കുറച്ച് പ്രോബ്ലംസ് എന്ന് പറയാൻ പറ്റില്ല. ആക്ച്വലി കുറെ നാൾ മുമ്പിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് നായ്ക്കളെ പേടിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോഴൊന്നും അല്ല കേട്ടോ, എനിക്ക് തോന്നുന്നു 1.5 year ആയിട്ടുണ്ടാവും. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു എന്താണ് റീസൺ. എനിക്ക് ചെറുപ്പം മുതലേ നായ്ക്കളെ ഭയങ്കര പേടിയാണ്, ഈവൻ പപ്പീസിലും കൂടെ. ആ ടൈമിൽ ഞങ്ങളൊരു ഗോൾഡൻ റിട്രീവറിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ടോബി പറഞ്ഞിട്ട്. അവൻ വന്നിട്ട് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു വീട്ടില്. പിന്നീട് എന്ത് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ നാട്ടിൽ വീട് വാങ്ങിയപ്പോൾ അവിടേക്ക് ഇവനെ നാട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എന്തായി പറഞ്ഞാൽ അച്ഛന് ആക്ച്വലി സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ ആക്ച്വലി 2022 ഓഗസ്റ്റിൽ മരിച്ചു. അത് സഡൻലി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയി, 1 month നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ടോബി എന്ത് ചെയ്യാൻ പറ്റും, അമ്മ അവിടെ ഒറ്റയ്ക്കാണ്. സോ അമ്മയെ ഞാൻ ഹൈദരാബാദിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എന്തായി പറഞ്ഞാൽ ടോബിയെ നോക്കാൻ ആളില്ല, നമ്മൾക്ക് അവിടെ വിട്ടിട്ട് പോരാൻ പറ്റില്ല, ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, അങ്ങനെ സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ എന്തായി പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നമ്മൾക്ക് അറിയാവുന്ന ഒരാളുടെ ഫ്രണ്ടിന് കൊടുത്തു. ആൾ ഓൾറെഡി ഇങ്ങനെ കുറേ നായ്ക്കളെ വളർത്തുന്നതാണ്. അതിനുശേഷം ടോബി ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ നാട്ടിൽ പോയില്ല. അതിനുശേഷം ആക്ച്വലി അമ്മ ഇപ്പോൾ നാട്ടിലുണ്ട് എങ്കിലും അവൻ എവിടെയാണ് എന്നൊന്നും അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ടോബിയെ ആക്ച്വലി വാങ്ങിയത്, അത് ഞാൻ അവൾക്ക്, എൻ്റെ മോൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കുക പറഞ്ഞിട്ട് വാങ്ങിയതായിരുന്നു. ഞങ്ങൾ അവളെ കൊണ്ട് പോയി തന്നെ അവൾക്ക് സർപ്രൈസായിട്ട് കൊടുത്തതായിരുന്നു. അവൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവൾ വേണമെന്ന് എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ വാങ്ങി കൊടുത്തതായിരുന്നു. അപ്പോൾ ടോബിയുടെ സ്റ്റോറി അവിടെ കൊണ്ട് കഴിഞ്ഞു. ഇപ്പോൾ കുറച്ചിടയായിട്ട് ഇവള് ഭയങ്കരമായിട്ട് വാശി പിടിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു, പപ്പിയെ വേണം പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് ഫ്ലാറ്റിലാണ്, ഉള്ള സ്കൂളിൻ്റെ അടുത്തായിട്ട്. അപ്പോൾ നമ്മൾ വീട് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്നുണ്ടായിരുന്നു, നായെ വേണം പപ്പിയെ വേണം പറഞ്ഞിട്ട്. ഒരുപാട് ആദ്യമൊക്കെ ഞങ്ങൾ ശരി അവോയ്ഡ് ചെയ്ത് കളഞ്ഞു. എന്താ പറഞ്ഞാൽ ഏട്ടന് ഭയങ്കര വിഷമായിരുന്നു ആ ടോബിയെ വിട്ട് കളഞ്ഞു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇനിയും ഒരെണ്ണത്തിനെ വാങ്ങിയിട്ട് ഇനിയും അങ്ങനെ എന്തിനാണ് എന്ന് പറഞ്ഞിട്ട് ഏട്ടന് ഭയങ്കരമായിട്ട് വിഷമമുണ്ടായിരുന്നു, ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവൾ ഒരുപാട് കിടന്ന് വാശി പിടിച്ചപ്പോൾ ശരി നമ്മൾക്കെങ്കിലും ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അവൾക്ക് January 2 അവൾക്ക് നായെ വേണം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, പപ്പിയെ വേണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ January 1 നമ്മുടെ ന്യൂ ഇയർ ഉണ്ടായിരുന്നു 24 അത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അറ്റാക്കിന്റെ റിസൾട്ടാണിത്. കുറേ ബഹളം വെച്ച് വേണം പറഞ്ഞിട്ട് ഒരുപാട് നിലവിളിച്ചു, ഒരുപാട് കരഞ്ഞ് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ശരി നമുക്ക് പോയി നോക്കിയിട്ട് വരാം, ഇപ്പോൾ വാങ്ങില്ല പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, നോക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇവിടെ ജൂബിലി ഹിൽസിലായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ഡാനി പെറ്റ് സ്റ്റോർ പറഞ്ഞിട്ടുന്നുണ്ട്. അവിടെ പോയി നോക്കിയപ്പോൾ നിറയെ ഉണ്ട്, നല്ല ക്യൂട്ട് പപ്പീസ്, ഗോൾഡൻ റിട്രീവർ, പിന്നെ എന്താ പറഞ്ഞാൽ മാൽട്ടീസ് എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ടാവും. ഇങ്ങനെ നിറയെ ഹെയർ ഇങ്ങനെ ലോങ് ആയിട്ട് കിടക്കുമല്ലോ, നല്ല വൈറ്റ് കളറിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു അതിനെ കാണാനായിട്ട്. അങ്ങനെ പിന്നെ കുറേ ബേർഡ്സ്, എന്തൊക്കെയോ സ്ക്വിരൽ, എന്തൊക്കെയോ അനിമൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ ചെന്നതും ഇപ്രാവശ്യം എന്തായാലും വാങ്ങുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മൾ ചെറുതിനെ വാങ്ങണുള്ളൂ. കാരണം ഫ്ലാറ്റിൽ നമ്മൾക്ക് വലിയ നായ്ക്കളെ വളർത്തുന്നവരുണ്ട്, പക്ഷെ അത് കുറച്ച് കഷ്ടമാണ്. ചെറിയ പൂച്ചക്കുട്ടി മാതിരിയുള്ള കുഞ്ഞതാവുമ്പോൾ നമ്മൾക്ക് വീടിനുള്ളിൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഫസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ എന്താണ് ഷിറ്റ്സു ഉണ്ടല്ലോ, ഇങ്ങനെ ചെറിയതുണ്ടല്ലോ നിറയെ ഹെയർസ് ആയിട്ടുള്ളത്. അപ്പോൾ അതിനെ കണ്ടു. അത് ഒരു 3-4 എണ്ണം ഉണ്ടായിരുന്നു, ആണും ഉണ്ടായിരുന്നു പെണ്ണും ഉണ്ടായിരുന്നു. അപ്പം മെയിലിനാണല്ലോ ഡിമാൻഡ്. അപ്പോൾ കുറച്ച് സമയം അവളുടെ അടുത്ത് വെച്ച് കളിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ശരി നമ്മൾക്ക് വീട്ടിൽ പോയിട്ട് ആലോചിച്ചിട്ട് പിന്നെയും പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി വന്ന് കാറിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവള് ഭയങ്കരമായിട്ട് കിടന്ന് കരയാൻ തുടങ്ങി. കിട്ടിയേ പറ്റൂ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വാങ്ങണം എന്നുള്ള കാര്യം ഫിക്സ് ആയിട്ടുണ്ടായിരുന്നു. ശരി പറഞ്ഞതും വാങ്ങണ്ട വിചാരിച്ചിട്ടിരുന്നതാണ്.
ഒരുപാട് കിടന്ന് നിലവിളിക്കുന്ന കണ്ടപ്പോഴേക്കും പിന്നെ ഏട്ടൻ പറഞ്ഞു ശരിയെങ്കിലും നമുക്ക് ഒന്നുകൂടെ പോയി നോക്കാൻ പറഞ്ഞിട്ട് അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് ഒരു ഷിറ്റ്സു 3-4 ഉണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് ഷിറ്റ്സുനെ വേണ്ട. അവിടെ ചെന്നപ്പോഴേക്കും അവൾക്ക് വന്നിട്ട് മാൽട്ടീസിനെ ഭയങ്കര ഇഷ്ടമായി. അപ്പം ബുസ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു പഞ്ഞിക്കെട്ട് മാതിരി ഇങ്ങനെ ഇരിക്കണു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാരണം ഇത്ര കുഞ്ഞിതായിട്ട്. ഷിറ്റ്സു പപ്പീസ് ഒക്കെ എല്ലാം അത്ര തന്നെ, എല്ലാം 1 month 1.5 month അത്രേ ഉള്ളൂ. എല്ലാത്തിൻ്റെ ഏജ് ചെറുതായിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് വാങ്ങണോ വേണ്ടയോ എന്ന് ഒരു കൺഫ്യൂഷനിൽ തന്നെയാണ് പിന്നെയും പോയത്. അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഇനിയും കൺഫ്യൂഷൻ, ഏതിനെ വാങ്ങണം എന്നുള്ള കൺഫ്യൂഷനായി. മീൻസ് ഞങ്ങളുടെ അറ്റാക്കിന്റെ റിസൾട്ട് ആണ് ഇരിക്കുന്ന ആള് കേട്ടോ. ഇവന്റെ പേരാണ് മോച്ചി. മോച്ചി പറഞ്ഞത് ജാപ്പനീസ് നെയിമാണ് അത്രേ. നോർമലി ഷിറ്റ്സുനൊക്കെ ഇടുന്ന നെയിമാണെന്ന് പറഞ്ഞിട്ട് കുഞ്ചു ഇട്ട പേരാണ് മോച്ചി. ഭയങ്കര ക്യൂട്ടാ. വിളിച്ചത് ഓടി വരും. എന്നെ ഭയങ്കര പേടിയാണ് കേട്ടോ. ഇന്ദിര നോക്കിനെ, അവിടെ നോക്ക് ക്യാമറയിൽ നോക്ക്. ഹായ് പറ ഫ്രണ്ട്സിന്. ഹായ് ബൈ പറ. നമുക്ക് പോവാം. ബൈ. അപ്പൊ നമ്മളുടെ മോച്ചിയെ നമ്മൾ ഇനി വീഡിയോയിലൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇനി ഇവനെ ഞങ്ങൾ വിടില്ല വിചാരിക്കുന്നു. ടോബിനെ വിടേണ്ടി വന്നു, വിഷമമുണ്ട്. എങ്കിലും ഇവനെ വിടില്ല. ഇവൻ ഞങ്ങളെ കൂടി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോ ഞങ്ങളെ ഇനി പുതിയ വീഡിയോയിൽ കാണാം. ഇല്ലടാ മോച്ചി. ബൈ.